ക്ലിയർ ഷേവിംഗ് ജെൽ നിർമ്മാണമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ബ്രഷും സോപ്പും ഉപയോഗിച്ച് പതപ്പിച്ച് ഷേവ് ചെയ്യുന്ന കാലം മാറി വരികയാണ്. ഇന്നത്തെ ജനറേഷൻ താല്പര്യപ്പെടുന്നത് സുതാര്യമായ പതയാത്ത ക്ലിയർ ഷേവിംഗ് ജെല്ലുകളാണ് എന്നാണ് ഇവർ പറയുന്നത്. താടിയുടെ ലൈൻ കൃത്യമായിട്ട് കണ്ട് ഷേവ് ചെയ്യാം എന്നതാണ് ഇതിന്റെ പ്രധാന ആകർഷണം. കുറഞ്ഞ ചിലവിൽ വീട്ടിൽ തന്നെ നിർമ്മിച്ച് സ്വന്തം ബ്രാൻഡിൽ വിപണിയിൽ എത്തിക്കാൻ സാധിക്കുന്ന ഈ ബിസിനസിന്റെ നിർമ്മാണം, ലൈസൻസുകൾ, ലാഭം, വിപണന തന്ത്രങ്ങൾ എന്നിവ വ്യക്തമായിട്ട് വിശദമായിട്ട് ഈ വീഡിയോയിൽ കാണാം. ആദ്യമായിട്ട് നമ്മൾ ഇതിന്റെ നിർമ്മാണ സാങ്കേതിക വിദ്യയാണ് നോക്കുന്നത്. ഷേവിംഗ് സോപ്പിൽ രാസപ്രവർത്തനം അതായത് സപ്പോണിഫിക്കേഷൻ നടക്കുമ്പോൾ ഷേവിംഗ് ജെല്ലിൽ നടക്കുന്നത് പോളിമർ ഹൈഡ്രേഷൻ ആണ്. ഈ രണ്ട് പ്രവർത്തനങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ കട്ടിയുള്ള ജെൽ രൂപപ്പെടുത്താൻ കാർബോമർ എന്ന പദാർത്ഥമാണ്, അതായത് ഒരു പോളിമറാണ്, അതാണ് ഉപയോഗിക്കുന്നത്. ഈ കാർബോമർ വെള്ളത്തിൽ കലർത്തുമ്പോൾ അത് അമ്ല ഗുണമുള്ളതായിട്ട് തീരും, അസിഡിക് ആയിട്ട് തീരും. ഇതിലേക്ക് ട്രൈ എഥനോളമൈൻ TEA എന്ന് പറയും എന്ന ആൽക്കലി ചേർക്കുമ്പോൾ pH മൂല്യം 6.5 തൊട്ട് 7 വരെ, അതായത് ന്യൂട്രൽ ആകുകയും മിശ്രിതം സുതാര്യമായ കട്ടിയുള്ള ജെൽ ആയി മാറുകയും ചെയ്യുന്നു. ഇതിനെ ന്യൂട്രലൈസേഷൻ പ്രക്രിയ എന്നാണ് വിളിക്കാറുള്ളത്. ഇനി ഇതിന്റെ അസംസ്കൃത വസ്തുക്കൾ, അതായത് റോ മെറ്റീരിയൽസ്, അതിന്റെ കൃത്യമായിട്ടുള്ള അനുപാതം ഇവിടെ പറയാം. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക, ആവശ്യമുള്ളവർക്ക് എഴുതിയെടുക്കാവുന്നതാണ്. ആദ്യം അസംസ്കൃത വസ്തുക്കൾ പറയുന്നു, പിന്നെ അതിന്റെ സാധാരണ പേര് എന്താണ് എന്ന് വെച്ചാൽ അത് പറയുന്നു, അനുപാതം പറയുന്നു, 1 കിലോയ്ക്ക് ആവശ്യമുള്ള അളവ് പറയുന്നു. ഡിസ്റ്റിൽഡ് വാട്ടർ വേണം, അതായത് ശുദ്ധീകരിച്ച വെള്ളം, സാധാരണ വെള്ളം പാടില്ല. അതിനാണ് ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറഞ്ഞത്. 82.2% ആണ് ഇതിനകത്ത് വെള്ളം വേണ്ടത്, അനുപാതം വേണ്ടത്. 822 ഗ്രാം, അതായത് ഈ പ്രോഡക്റ്റ് കംപ്ലീറ്റ്ലി വെള്ളം തന്നെയാണ്. പിന്നെ കാർബോമർ വേണ്ടത്, കാർബോമർ 940 ആണ് ഇതിന് വേണ്ടത്. ഇത് കാർബോമർ പൊടിയാണ്, കട്ടിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥമാണ്. 1% വേണ്ടത്, അതായത് 10 ഗ്രാം. 1000 ഗ്രാമിന് 10 ഗ്രാം. പിന്നെ വേണ്ടത് ട്രൈ എഥനോളമൈൻ ലായനിയാണ്, അതായത് pH മൂല്യം ക്രമീകരിക്കാൻ വേണ്ടിയാണ്. അതും വേണ്ടത് 1%, അതായത് 10 ഗ്രാം ആണ് വേണ്ടത്. ഇനി വേണ്ടത് ഗ്ലിസറിൻ ആണ്. ചർമ്മത്തിന് ഒരു വഴുവഴുക്കൽ നൽകാൻ വേണ്ടിയാണ് ഗ്ലിസറിൻ ഉപയോഗിക്കുന്നത്. 5% വേണ്ടത്, 50 ഗ്രാം. പിന്നെ വേണ്ടത് അലോവേറ എക്സ്ട്രാക്റ്റ് ആണ്, കറ്റാർ വാഴ നീര്. ഇത് ചർമ്മത്തിന് കുളിർമ നൽകാൻ, അതായത് ജെൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ചെറിയ ഒരു കുളിർമ വരത്തില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. 5% ഉപയോഗിക്കുന്നത്, 50 ഗ്രാം അതും വേണം. പിന്നെ വേണ്ടത് പ്രൊപ്പിലീൻ ഗ്ലൈക്കോൾ, ഈർപ്പം നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥമാണ്. 3% വേണം, 30 ഗ്രാം വേണം. പിന്നെ വേണ്ടത് പോളിസോർബേറ്റ്, സുഗന്ധ എണ്ണ ലയിപ്പിക്കാൻ വേണ്ടി വരുന്ന ഘടകമാണിത്. 1% വേണം, അതായത് 10 ഗ്രാം വേണം. പിന്നെ വേണ്ടത് മെന്തോൾ ക്രിസ്റ്റൽസ് ആണ്, പുതിനയിലയുടെ സത്ത്, അത് ക്രിസ്റ്റൽ പരുവത്തിൽ വരുന്നുണ്ട്, അതാണ് വേണ്ടത്. തണുപ്പ് നൽകാൻ വേണ്ടിയാണത്. അത് വേണ്ടത് 0.3% ആണ്, 3 ഗ്രാം ആണ് വേണ്ടത്. ഈ അളവുകളൊക്കെ കൃത്യമായിട്ടൊന്ന് എഴുതിയെടുക്കണം. ഫ്രാഗ്രൻസ് ഓയിൽ, അതായത് സുഗന്ധ എണ്ണ വേണം. അത് സാൻഡൽവുഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം, മിന്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. അത് വേണ്ടത് 0.5% ആണ്, അതായത് 5 ഗ്രാം ആണ് വേണ്ടത്. പിന്നെ വേണ്ടത് പ്രിസർവേറ്റീവ്സ് ആണ്. അത് ഫിനോക്സി എഥനോൾ ആണ് വരുന്നത് ഇവിടെ. അതിന് 1% വേണ്ടത്, 10 ഗ്രാം. പിന്നെ വെള്ളത്തിൽ ലയിക്കുന്ന കളർ വേണം, വാട്ടർ സോലുബിൾ കളർ വേണം. അത് ആവശ്യത്തിന്, നമ്മൾ കളർ എങ്ങനെയാണോ വേണ്ടത് ആ ആവശ്യത്തിന് എടുക്കാം. 1-2 തുള്ളി മതിയാകും. നമുക്ക് ഈ കളർ ലൈറ്റ് ബ്ലൂ എടുക്കാം, ഗ്രീൻ എടുക്കാം, അതൊക്കെ ഡിപ്പെൻഡ് അപ്പോൺ യു ആണ്. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള നിർമ്മാണ രീതി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാനുഫാക്ചറിംഗ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ കാർബോമർ മിക്സിംഗ് ആണ് നടക്കാൻ പോകുന്നത്. ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രത്തിൽ ഡിസ്റ്റിൽഡ് വാട്ടർ എടുക്കുക, അതിലേക്ക് കാർബോമർ 940 പൊടി പതുക്കെ വിതറുക. ഇത് പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യത ഉള്ളതിനാൽ 3 മുതൽ 4 മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിരാൻ വെക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒരു ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ച് ഇളക്കുന്നതായിരിക്കും നല്ലത്, കൈയും കാലും ഒന്നും കൊണ്ടതിനകത്ത് ഇടരുത്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മറ്റു ചേരുവകൾ ചേർക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് ഈ മിശ്രിതത്തിലേക്ക് ഗ്ലിസറിൻ, പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ, കറ്റാർവാഴ നീര്, പ്രിസർവേറ്റീവ് എന്നിവ ചേർത്ത് പതുക്കെ 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 ഇളക്കുക. മൂന്നാമത്തെ ഘട്ടം വരുന്നത് ഇതിന് മണം, അതായത്
അതായത് സുഗന്ധം ചേർക്കലാണ്. മറ്റൊരു ചെറിയ പാത്രത്തിൽ പോളിസോർബേറ്റ് 20 എടുക്കുക. അതിലേക്ക് മെന്തോൾ ക്രിസ്റ്റലും സുഗന്ധ എണ്ണയും ചേർത്ത് നന്നായിട്ട് ലയിപ്പിക്കുക. ഈ മിശ്രിതം പ്രധാന പാത്രത്തിലേക്ക് ഒഴിച്ച് വീണ്ടും നന്നായിട്ട് ഇളക്കുക. എല്ലായിടത്തും അത് ചെല്ലണം. ഇനിയാണ് ജെല്ല് ഉണ്ടാക്കാൻ പോകുന്നത്. ഘട്ടം 4 ജെല്ലിലേക്ക് വരുന്നത്. ഇപ്പോൾ വെള്ളം പോലെ ഇരിക്കുന്ന ഈ ലായനിയിലേക്ക് ട്രൈ എഥനോളമൈൻ അതായത് TEA വളരെ പതുക്കെ തുള്ളികളായിട്ട് ചേർക്കണം. ഇളക്കുന്നതിനനുസരിച്ച് മിശ്രിതം കട്ടിയുള്ള സുതാര്യമായ ജെൽ ആയി മാറുന്നത് കാണാം. pH മൂല്യം 6നും 7നും ഇടയിലാണെന്ന് pH പേപ്പർ ഉപയോഗിച്ച് ഉറപ്പുവരുത്തുക. ഇത് നമുക്ക് കിട്ടും, കെമിക്കൽ ഷോപ്പിൽ തന്നെ കിട്ടുന്ന സാധനമാണ്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ ജെല്ല് തയ്യാറായി. ഇതിനി നമുക്ക് പാക്ക് ചെയ്യണം. തയ്യാറായ ജെൽ എയർ ബബിളുകൾ മാറാൻ 2 മണിക്കൂർ വെച്ച ശേഷം ട്യൂബുകളിലോ പമ്പ് ബോട്ടിലുകളോ നിറയ്ക്കാം. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ പമ്പ് ബോട്ടിൽ തന്നെ ആയിരിക്കും നല്ലത്, കാരണം നമുക്ക് എളുപ്പത്തിൽ നിറയ്ക്കാൻ പറ്റും. ട്യൂബിലാകുമ്പോൾ അതിന് പ്രത്യേകം മെഷീൻ വാങ്ങിക്കേണ്ടതായിട്ട് വരും. അതൊക്കെ നമുക്ക് ഭാവിയിൽ ചിന്തിക്കാവുന്ന കാര്യമാണ്. ഇനി ഇതിന്റെ സാമ്പത്തികത്തിലേക്ക് നമുക്ക് കടക്കുകയാണ്. കോസ്റ്റിംഗ്, MRP, പ്രോഫിറ്റ് ഒക്കെ ഒന്നറിയാം. 2026 ഏകദേശ വിപണി വിലകളെ അടിസ്ഥാനമാക്കിയുള്ള കണക്കാണ് ഇവിടെ പറയുന്നത്. 100 മില്ലി ക്ലിയർ ഷേവിംഗ് ജെൽ നിർമ്മാണത്തിന് വരുന്ന ചെലവാണ് പറയുന്നത്. അസംസ്കൃത വസ്തുക്കൾ അതായത് റോ മെറ്റീരിയൽസ് എല്ലാം കൂടെ നമുക്കൊരു 15 രൂപ വരും. പ്രീമിയം ബ്ലാക്ക് അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ട്യൂബ് അല്ലെങ്കിൽ ബോട്ടിൽ വരുന്നതിന് 12 രൂപ വരും. ഡിസൈനർ ലേബൽ വരുന്നതിന് 3 രൂപ വരും. ലേബർ, വൈദ്യുതി, ഗതാഗതം ഇതെല്ലാം കൂടെ ഒരു 5 രൂപ പിടിക്കാം. ആകെ ഉൽപാദന ചെലവ് ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 35 രൂപയാണ് 100 ഗ്രാമിന് വരുന്നത്. മാർക്കറ്റ് വില നമുക്ക് 150 രൂപ മുതൽ 220 രൂപ വരെ ഇടാം. MRP ആണ് പറഞ്ഞത്. ഇനി വിതരണക്കാർക്ക് നൽകുന്ന വില ഹോൾസെയിൽ പ്രൈസ് നമുക്ക് 75 തൊട്ട് 95 രൂപ വരെ ഇടാം. പ്രതീക്ഷിക്കുന്ന ലാഭ വിഹിതം എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ വഴി വിൽക്കുമ്പോൾ ഒരു യൂണിറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലാഭം 40 രൂപ തൊട്ട് 60 രൂപ വരെ കിട്ടും. സ്വന്തം വെബ്സൈറ്റ് വഴിയോ ആമസോൺ വഴിയോ മീഷോ വഴിയോ ഫ്ലിപ്കാർട്ട് വഴിയോ നേരിട്ട് വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭം 80 രൂപ തൊട്ട് 120 രൂപ വരെയാണ് പെർ 100 ഗ്രാം ബോട്ടിൽ. ഇനി ഇതിനു വേണ്ട ലൈസൻസുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഷേവിംഗ് ജെൽ ഒരു കോസ്മെറ്റിക് ഉൽപ്പന്നമാണ്. അതുകൊണ്ട് തന്നെ നിയമപരമായ കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിച്ച് വേണം മുമ്പോട്ട് പോകാനായിട്ട്. കോസ്മെറ്റിക് മാനുഫാക്ചറിംഗ് ലൈസൻസ് നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇത് വാങ്ങിയിരിക്കണം. അതിനായി യോഗ്യതയുള്ള ഒരു കെമിസ്റ്റിന്റെ സേവനവും നിശ്ചിത വിസ്തീർണമുള്ള കെട്ടിടവും ആവശ്യമാണ്. അതൊക്കെ അവർ പറഞ്ഞു തരും. അവിടെ ചെന്നതിന്റെ ഫോമും കാര്യങ്ങളും ഒക്കെ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും. പിന്നെ ആദ്യം ചെയ്യേണ്ടത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു തേർഡ് പാർട്ടി നിർമ്മാണം, മാനുഫാക്ചറിങ് ആണ് നല്ലത്. അതൊരു ബദൽ മാർഗം തന്നെയാണ്. സ്വന്തമായിട്ട് ലൈസൻസ് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിനകം ലൈസൻസ് ഉള്ള ഒരു കോസ്മെറ്റിക് ഫാക്ടറിയെ സമീപിച്ച് നിങ്ങളുടെ ബ്രാൻഡിൽ ഈ ജെൽ നിർമ്മിച്ചു തരാൻ കരാറിൽ ഏർപ്പെടാൻ പറ്റും. ഇത് തുടക്കക്കാർക്കുള്ള വളരെ എളുപ്പമായിട്ടുള്ള മാർഗമാണ്. പിന്നീട് നമുക്ക് സെറ്റപ്പ് ഒക്കെ ആയി കഴിയുമ്പോൾ സ്വന്തമായിട്ട് നമുക്ക് തന്നെ ഫാക്ടറി ഇട്ട് മുമ്പോട്ട് പോകാവുന്നതാണ്. അടുത്തത് MSME രജിസ്ട്രേഷൻ ആണ്. ചെറുകിട സംരംഭകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം ഈ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിന് നിങ്ങൾ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുക. അതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ നമ്മൾ ധാരാളം ചെയ്തിട്ടുണ്ട്. ഇനി GST രജിസ്ട്രേഷൻ ആണ്, നികുതി ആവശ്യങ്ങൾക്കായിട്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക. ഇനി ബ്രാൻഡിങ്, വിപണന തന്ത്രം, അതായത് ബ്രാൻഡ് ചെയ്യുക അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എങ്ങനെയാണ്, ഇത് ജെൻസിക്കാണ് ഇത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യേണ്ടത്, അത് ശ്രദ്ധിക്കണം. ഇന്നത്തെ യുവാക്കളാണ് ഈ ഉൽപ്പന്നത്തിന്റെ പ്രധാന ഉപഭോക്താക്കൾ. അതുകൊണ്ട് തന്നെ വിപണന രീതിയും വ്യത്യസ്തമായിരിക്കണം. ഒരു മിനിമലിസ്റ്റിക് പാക്കേജിങ് വേണം. തിളങ്ങുന്ന നിറങ്ങൾ ഒഴിവാക്കി മാറ്റ് ബ്ലാക്ക്, ട്രാൻസ്പെറന്റ് അല്ലെങ്കിൽ പാസ്റ്റൽ നിറങ്ങളുള്ള ട്യൂബുകൾ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ ബോട്ടിലുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. സോഷ്യൽ മീഡിയ പ്രൊമോഷൻ വേണ്ടി വരും. ഇൻസ്റ്റഗ്രാം റീൽസ്, യൂട്യൂബ് ഷോർട്സ് എന്നിവയിലൂടെ താടി കൃത്യമായിട്ട് ലൈൻ ചെയ്യുന്ന, അതായത് പ്രെസിഷൻ ഷേവിംഗ് എന്നാണ് പറയുന്നത്, വീഡിയോകൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നത് നന്നായിരിക്കും നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ കൂടെ. അടുത്തത് പ്രൊഫഷണൽ സലൂണുകൾ, അത് B2B മാർക്കറ്റിംഗ് ആണ്. നിങ്ങളുടെ പ്രദേശത്തെ പ്രമുഖ മെൻസ് സലൂണുകളിൽ നേരിട്ട് ചെന്ന് ഹെയർ സ്റ്റൈലിസ്റ്റുകൾക്ക് സൗജന്യ സാമ്പിളുകൾ നൽകുക. അവർ താല്പര്യപ്പെട്ടാൽ കസ്റ്റമേഴ്സിന് അവർ ഇത് നിർദ്ദേശിക്കും. അവരുടെ കമ്മീഷനും കാര്യങ്ങളൊക്കെ അവർ തന്നെ ഫിക്സ് ചെയ്തോളും. ഇനി ഇതിന്റെ USP, യൂണിക് സെല്ലിംഗ് പോയിന്റ് എന്താണ് എന്ന് നോക്കാം. ആൽക്കഹോൾ ഫ്രീ ആണ്, നോ സ്കിൻ ഇറിറ്റേഷൻ ആണ്, പിന്നെ ഇൻഫ്യൂസ്ഡ് വിത്ത് അലോവേര ആൻഡ് മെന്തോൾ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന ഘടകങ്ങൾ.
അപ്പോൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞ് പാക്കേജിങ്ങിൽ ഇത് ഹൈലൈറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതും മാർക്കറ്റിങ്ങിൽ നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഇത് നിങ്ങളുടെ യൂണിക് സെല്ലിംഗ് പോയിന്റ് തന്നെയാണ്. ഇനി ഇതിന്റെ ബ്രേക്ക് ഈവൻ പീരീഡ് എങ്ങനെയാണ് എന്ന് നോക്കാം. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു 1 ലക്ഷം തൊട്ട് 1.5 ലക്ഷം രൂപ വരെ, അതായത് റോ മെറ്റീരിയൽസ്, ബോട്ടില്, പാക്കേജിങ്, പ്രാഥമികമായിട്ടുള്ള പാക്കേജിങ് മെറ്റീരിയലുകൾ, മാർക്കറ്റിംഗ് എന്നിവയ്ക്ക് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്, വേണ്ടി വന്നേക്കാം. പിന്നെ ബ്രേക്ക് ഈവൻ എന്ന് പറയുന്ന ഒരു മാസം നമുക്ക് 800 തൊട്ട് 1200 വരെ ബോട്ടിലുകൾ വിൽക്കാൻ സാധിച്ചാൽ 8 മുതൽ 12 മാസത്തിനുള്ളിൽ നിങ്ങളുടെ പ്രാരംഭ നിക്ഷേപം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ബിസിനസ് ലാഭകരമാക്കാനും സാധിക്കും. മലയാളികൾക്കിടയിൽ താടി ട്രെൻഡ് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ഉൽപ്പന്നത്തിന് വിപണിയിൽ മികച്ച സാധ്യതയുണ്ട്. കൃത്യമായ ഗുണനിലവാരവും മികച്ച ബ്രാൻഡിങ്ങും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മേഖലയിൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ഇത് ജസ്റ്റ് ഒരു റെഫറൻസ് മാത്രമാണ്. ഒരുപാട് പഠിക്കാനുണ്ട് ഒരു ബിസിനസ്സിൽ ഇറങ്ങുന്നതിന് മുമ്പ്. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നിടത്ത് ചോദിക്കുക, റെഫറൻസ് എടുക്കുക, കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുക, അതിനുശേഷം മാത്രമേ തുനിഞ്ഞിറങ്ങാൻ പാടുള്ളൂ. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഒരു സ്കൈപ്പും കൂടെ തന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ എത്തപ്പെടും. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.